ഹലോ, ചിഞ്ചൂസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അമ്പല പരിസരത്ത് കണ്ടുമുട്ടുന്ന വേദയെയും ശ്രീകാന്തിനെയുമാണ്. ശ്രീകാന്തിനെ കണ്ടതും വർഷയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് വേദ ശ്രീകാന്തിനോട് പറയാണ്, ഈ കല്യാണം തൻ്റെ തീരുമാനമായിരുന്നു എന്നും നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതെല്ലാം താൻ അറിഞ്ഞു എന്നും ഇനി ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നും പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലിരുന്ന് പയറായിരിക്കുന്ന നന്ദിനിയാണ്. അവിടേക്ക് വേദ വരികയും അവർ 3 പേരും, അച്ചമ്മയും വേദയും നന്ദിനിയും, അവർ 3 പേരും കൂടി സംസാരിക്കുന്നതുമാണ്. നന്ദിനിയെ ചൂടാക്കാൻ വേണ്ടി വേദയും അച്ചമ്മയും ഓരോന്ന് പറയുന്നുണ്ട്. അത് കേട്ട് കുശുമ്പ് കുത്തുകയാണ് നന്ദിനി. അതൊന്നും നന്ദിനിക്ക് ഒട്ടും ഇഷ്ടമാവുന്നുമില്ല. അപ്പോഴാണ് അച്ചമ്മ വേദയോട് പറയുന്നത്, താൻ ഇന്ന് പോവുമെന്നും ഇനി വിക്രമിനെ മാറ്റിയെടുക്കേണ്ടത് നീയാണെന്നും വിക്രമിന് ഒരു ജോലി ശരിയാക്കണമെന്നും. ഇത് കേട്ട വേദ പറയാണ്, ഒരു ജോലി തനിക്കും നോക്കണമെന്നും അച്ഛൻ്റെ മുന്നിൽ കേസ് വാദിച്ച് ജയിക്കണമെന്നും എന്നിട്ട് ആ സന്തോഷം തനിക്ക് കാണണമെന്നും. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും വർഷയുടെ അച്ഛനും സംസാരിക്കുന്നതാണ്. വേദ തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യം സംസാരിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോഴാണ് അവിടേക്ക് വിനായകൻ വരുന്നത്. ശ്രീകാന്ത് വിനായകനോട് ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് വിനായകൻ കുറച്ച് അഡ്വാൻസായി കുറച്ച് ക്യാഷും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദയോടൊപ്പമുള്ള ഫോട്ടോസ് നോക്കി കഴിഞ്ഞുപോയ വേദയോടൊപ്പമുള്ള ഓർമ്മകൾ ഓർത്ത് സന്തോഷിക്കുന്ന ശങ്കരനാരായണനെയാണ്. അപ്പോഴാണ് അവിടേക്ക് പത്മം വരുന്നതും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും. ഇതോടുകൂടി പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.